ചെസ് GM പ്രോജക്ട്സിൻ്റെ പ്രത്യേക പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെസ് GM പ്രോജക്റ്റ് 10-16 വർഷമായി ഭാരതീയമായ വളരെ പ്രാധാന്യമുള്ള ഭാരതത്തിൽ മാത്രം ലഭ്യമായിട്ടുള്ള യോഗം, സംഗീതം, ധ്യാനം എന്നിവയെല്ലാം ഒന്നിച്ചു ചേർത്ത് തുടങ്ങി നടത്തിക്കൊണ്ടുപോകുന്ന പ്രത്യേക പരിപാടിയാണ് ചെസ് GM പ്രോജക്റ്റിൻ്റെ ചെസ് പരിശീലനം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം. ചുരുങ്ങിയ പക്ഷം 2 വർഷമെങ്കിലും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാവുന്നവർ മാത്രം ഇതിലേക്ക് വരിക. ചുരുങ്ങിയത് 2 വർഷം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇന്ന് നട്ടവാഴ നാളെ മുളച്ച് മറ്റന്നാൾ കുലയ്ക്കണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ആളുകൾ ആരും തന്നെ ചെസ് GM പ്രോജക്റ്റിൻ്റെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് വരണമെന്നില്ല. അത് കുട്ടികളുടെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ കുറേ രക്ഷകർത്താക്കൾ നമ്മൾ കാണുന്നുണ്ട്. അത് ഊകേഷും ദിവ്യയും ഒക്കെ ലോക വേദികളിൽ തിളങ്ങുമ്പോൾ, പ്രജ്ഞാനന്ദ, അങ്ങനെ കുറേ പേരൊക്കെ, അർജുൻ എരിഗശ്രീ, അങ്ങനെ കുറേ പേരൊക്കെ തിളങ്ങുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു മോഹം പെട്ടെന്ന് ഇന്ന് കൊണ്ടുപോയി നാളെ മറ്റന്നാളായിട്ട് ഇവരെല്ലാവരും ഗുഗേഷും ദിവ്യയും അർജുനൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ വിഡ്ഢിത്ത ലോകത്തിൽ ജീവിക്കുന്ന കുറേ രക്ഷകർത്താക്കൾ നമ്മളവിടെ ചെസ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ അവർ പല രീതിയിലുള്ള ആളുകളാണ്. അത് ആണും പെണ്ണുമായിട്ടുള്ള, ചിലർ സ്ത്രീകളാണ് അന്വേഷിച്ച് വരുന്നത്, ചിലർ പുരുഷന്മാരാണ്. അപ്പോൾ ചിലർ അവരുടെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തന്നെ പറയും, ഓ ഇവർ ഭയങ്കരന്മാരാണ്, ഇവർ ഭയങ്കര റേറ്റിംഗ് ആണ്, എത്ര റേറ്റിംഗ് ഉണ്ട്. ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നത്തിങ്, ഒന്നുമില്ല, വെറൊരു തട്ടിപ്പ്. അതായത് ഇന്ന് കണ്ടവനെ നാളെ കാണില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. ലോക ചാമ്പ്യനായിട്ടുള്ള ഗുകേഷ് ആദ്യത്തെ 15 പോലും ഇല്ല ഇപ്പോഴത്തെ റേറ്റിങ്ങിൽ. അപ്പോൾ റേറ്റിങ്ങിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അത് വെറുതെ ഒരു കണക്ക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ തട്ടിപ്പാണത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ രക്ഷകർത്താക്കൾക്ക് ഇതിൽ പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. അപ്പോൾ അവർ ഈ ഗുകേഷിനെയും ദിവ്യനെയും കണ്ടിട്ടാണ്, പ്രജ്ഞാനന്ദേനെയും നിഹാലിനെയും അതുപോലെയുള്ള കുറേ ആളുകളെ കണ്ടിട്ട് ഓടി വന്നിട്ട് ലോക ചാമ്പ്യനാവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് കണ്ടിട്ട് ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് കരുക്കളുടെ, ചെസ് ക്ലോക്കുകളുടെ, ചെസ് സെറ്റുകളുടെ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ഒരു മാർക്കറ്റ്, ഒരു കമ്പോളം, ചെസ് സോഫ്റ്റ്വെയറുകളുടെ ഒരു കമ്പോളം ഇവിടെ ഉണ്ട്, ഒരു മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റാണ് ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അപ്പോൾ ആ മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. ഇവിടുത്തെ നമ്മുടെ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ചെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവണമെന്ന് വെച്ചാൽ, ചെസ്സ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാക്കി മാറ്റുകയാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾ രാപ്പകലില്ലാതെ ചെസ്സ് പഠിക്കുകയും ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത പുഴുങ്ങിയ മുട്ട പോലെ ആവുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിതവും ചെസ്സും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന മനുഷ്യന്മാരെ വാർത്തെടുക്കലാണ് ചെസ് GM പ്രോജക്റ്റ് ചെയ്യുന്നത്. അവിടെ റേറ്റിങ്ങിനൊന്നും നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല. ഇവിടെ കളി നന്നാവുക, അതേപോലെ തന്നെ പരിശീലനത്തിൽ സ്വഭാവ മഹിമ, പെരുമാറ്റം, അച്ചടക്കം, ഇതൊക്കെ നന്നാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി വിജയമാകുന്നുള്ള ജീവിതത്തിൽ. ആളുകൾ ചെസ്സ് കളിക്കാൻ വന്ന് ഭ്രാന്തന്മാരായി പോകുന്ന ആളുകളെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ജീവിതം നശിച്ചിട്ടുള്ള ചെസ് പ്ലേയേഴ്സിനെ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കഥ വേറെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കണതൊന്നല്ല. ചെസ്സിലൊക്കെ ജീവിച്ച് നന്നായി വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളതൊരു പ്രൊഫഷനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ മണ്ടത്തരാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുള്ള ആളുകളുടെ, നമ്മുടെ ചെസ് GM പ്രോജക്റ്റിൻ്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, മുന്നത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. വ്യക്തമായി പറയുന്നുണ്ട്, പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കാം. നിങ്ങൾ അതും ഇതും പരസ്യവും കണ്ടിട്ടല്ല നിങ്ങൾ പറഞ്ഞേക്കേണ്ടത്. കാരണം നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം 10-40 വർഷമായി ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ചെസ് മാത്രമൊന്നുമല്ല, ഒരുപാട് മേഖലകളിലുള്ള ആളുകളാണ് ചെസ് GM പ്രോജക്റ്റ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അവരെ അഡിക്റ്റഡായി, ചെസ്സ് എന്ന് പറഞ്ഞാലും അഡിക്ഷൻ ചെസ്സാണെങ്കിൽ പോലും അത് അഡിക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം തന്നെ വലിയ വിലയായി കൊടുക്കേണ്ടി വരും. എല്ലാ ഞായറാഴ്ചയും, എല്ലാ ചൊവ്വാഴ്ചയും, തിങ്കളാഴ്ചയും, എല്ലാ ആഴ്ചയിലും ടൂർണമെൻറ്റും കൊണ്ടുവന്ന് പാരൻസിന് 1 ഡേ ടൂർണമെൻറ്റ്. ഇതുകൊണ്ടൊന്നും കുട്ടികൾ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റുള്ള ആരെങ്കിലും ഈ ടൂർണമെൻറ്റ് എല്ലാ കൊല്ലവും, എല്ലാ ദിവസവും, എല്ലാ രാത്രിയും, എല്ലാ പകലും കളിച്ചിട്ടും ഇതായിട്ട് ആരെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല എന്നുള്ള മറുപടി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ചെസ്സിലും ജീവിതത്തിലും ഉറപ്പുവരുത്തണമെങ്കിൽ ചെസ് ഗെയിം പ്രോജക്റ്റിനൊപ്പം നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാം. ബാക്കി ഓരോന്നിപ്പോൾ ചെസ് ഗെയിം പ്രോജക്റ്റ് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പലർക്കും താല്പര്യക്കാരുണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ രീതികൾ താല്പര്യമുണ്ടാവണമെന്നില്ല. അവർ പറയാം, ഓ അതിപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങളൊരു 40 വർഷമായി വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്നലെ പെയ്ത് മഴയ്ക്ക് മുളച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ. ചെസ്സിൻ്റെ രംഗത്ത് ഞാനൊരു ഏകദേശം 10-50 വർഷമായിട്ടുള്ള ഒരാളാണ്. ഞാനൊരു പ്ലെയറുമാണ്, അതേസമയം ഒരു ഓർഗനൈസറുമാണ്, അതേപോലെ തന്നെ കോച്ചുമാണ്. എന്താ പരിശീലനം നടത്തുന്നത്? ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ പരിശീലനം തുടങ്ങിയതാണ്. എൻ്റെ കോളേജ് ടീമിനെ പരിശീലിപ്പിച്ച് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ 17-18ാമത്തെ വയസ്സിൽ. അപ്പം അത്രയും വർഷത്തെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലുള്ള അറിവ് ഞങ്ങളുടെ ഈ പഠനത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായതുകൊണ്ട് അതൊക്കെ കൊണ്ടുവന്ന് ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കണം, എങ്ങനെ അവൻ്റെ ജീവിതം നന്നാക്കിയെടുക്കണമെന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ചെസ് ഗെയിം പ്രോജക്റ്റിൻ്റെ ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ തുടങ്ങുന്നത്. അത് 10-14 വർഷം മുന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും പറയുന്നുണ്ട്, ഒരു 2 മുതൽ 5 വർഷം വരെയെങ്കിലും ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള പരിവർത്തനം വരും. എത്രയും വേഗം നിങ്ങളുടെ കുട്ടികൾ നന്നായി വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, റേറ്റിങ്ങോ അതുപോലത്തെ ഒരു കാര്യവും നമ്മൾ പറയുന്നില്ല. നിങ്ങളുടെ കുട്ടികൾ റേറ്റിംഗ് ഉണ്ടോ, റേറ്റിങ്ങിൽ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രസക്തമല്ല. കുട്ടികളുടെ ജീവിതം, നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നന്നാവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവർ ചെസ് അടക്കമുള്ള ജീവിതത്തിലെ ഒരു അഡിക്ഷനിലും പെടരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെസ് ഗെയിം പ്രോജക്റ്റിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൊണ്ടുവരാം. സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിതം മൊത്തം നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റും. നിങ്ങൾ കൈവിട്ട് പോവില്ല അവർ. കാരണം ഞങ്ങളാണ് പരിശീലിപ്പിക്കുന്നത്, ഞങ്ങളാണ് അതിന് നിങ്ങൾക്ക് ഒരു മാനദണ്ഡമായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഞങ്ങളാണ് ഈ 10 പറയുന്ന ഇത്രയും വർഷത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആധാരമായി തരുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നന്നായി കൊണ്ടുപോകണമെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ അവർ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെസ് ഗെയിം പ്രോജക്റ്റിൻ്റെ ഈ പരിശീലന കളരികളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പറുകളൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. എന്ത് സംശയത്തിനും ഞങ്ങളിവിടെ ഉണ്ട്. ഫോണിൻ്റെ ഈ തലയ്ക്കൽ ഞങ്ങളുണ്ട്. പരിശീലന കളരിയിൽ വെച്ച് കാണാം. നന്ദി, നമസ്കാരം.